കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല, കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല, ചെയ്യുന്നതെല്ലാം സത്യമാകണമെന്നില്ല, പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല. സത്യം ഒന്നു മാത്രം. ഇൻസൈറ്റ്, ദ ട്രൂ അനാലിസിസ്. ഓണവും തെളിഞ്ഞ ആകാശവും സമൃദ്ധിയും ശീലമുള്ള ആഗസ്റ്റ് മാസം ഇപ്പോൾ മലയാളിയുടെ നെഞ്ചിലെ നെരിപ്പോടാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആഗസ്റ്റ് മാസം നമുക്ക് ദുരന്തങ്ങളുടേത് കൂടെയാണ്. വെള്ളപ്പൊക്കം, പേമാരി, ഉരുൾപൊട്ടൽ എന്നിങ്ങനെ നീണ്ടുപോകുന്ന ഉദാഹരണങ്ങൾ ഇക്കൊല്ലവും ഒരു വലിയ ഭയത്തിൻ്റെ മുൻപിൽ തന്നെയാണ് നാം. അപ്രതീക്ഷിതമായി മഴ വീണ്ടും ശക്തി പ്രാപിക്കുമ്പോൾ നഷ്ടങ്ങൾ ഒരു വശത്ത് കുന്നുകൂടുകയാണ്. നമ്മുടെ മഴക്കാലത്തിന് എന്താണ് സംഭവിച്ചത്? മലയാളിയുടെ മഴ സങ്കല്പങ്ങളെല്ലാം ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഗൃഹാതുരത്തോടെ മാത്രം നോക്കി കണ്ടിരുന്ന മഴ ഇപ്പോൾ വർഷങ്ങളായി നമ്മുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. പ്രതീക്ഷിക്കാതെ എത്തുന്ന മഴ, തുടർന്ന് പേമാരി, ഉരുൾപൊട്ടൽ എന്നിങ്ങനെ പ്രകൃതിക്ഷോഭം ഇന്ന് സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുന്നു. പണ്ടൊക്കെ അപൂർവമായി സംഭവിച്ചിരുന്ന വെള്ളപ്പൊക്കം ഇന്ന് എല്ലാ വർഷവും ധാരാളം ജീവനുകൾ കവരുകയും നഷ്ടത്തിൻ്റെ കണക്കുകൾ ബാക്കിയാക്കുകയും ചെയ്യുന്നു. എന്താവാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ പെട്ടെന്നുള്ള മാറ്റത്തിന് കാരണം? മൺസൂൺ കാലത്ത് എത്ര മഴ ലഭിച്ചാലും ഫെബ്രുവരി മുതലുള്ള മാസങ്ങളിൽ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ നമ്മൾ കുടിവെള്ളത്തിനായി പരക്കം പായുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടിവെള്ള ടാങ്കറുകളിൽ വെള്ളം നിറച്ച് അന്തമില്ലാതെ ഓടിക്കിതക്കുകയാണ്. ആവശ്യത്തിൽ കൂടുതൽ മഴ ലഭിച്ചിട്ടും നമ്മൾ എന്തിനാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിലാകുന്നത്? ഭരണകൂടങ്ങൾ ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ പുറം ലോകമറിയാതെ സൂക്ഷിക്കുന്നത് എന്തിനാണ്? വർഷങ്ങളായി മലയോര പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന മഴവെള്ളത്തിനൊപ്പം കേരളത്തിലെ ജലാശയങ്ങളിൽ ടൺ കണക്കിന് എക്കൽ മണ്ണാണ് എത്തുന്നത്. ഫലഭൂയിഷ്ടമായ ഈ മണ്ണാവട്ടെ യാതൊരു ഉപയോഗവുമില്ലാതെ ജലാശയങ്ങളുടെ അടിത്തട്ടിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവ അവിടെ നിക്ഷേപിക്കപ്പെടുന്നത് വർഷങ്ങളോളം ആവർത്തിക്കപ്പെടുമ്പോൾ വലിയ തിട്ടകളായി മാറുകയും ജലാശയത്തിന് കൂടുതൽ ജലത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. പിന്നീട് നിർത്താതെ പെയ്യുന്ന മഴയെ തുടർന്ന് വെള്ളപ്പാച്ചിൽ ഉണ്ടാകുകയും കടലിലേക്ക് പോകുന്ന ജലത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഇതുമൂലം വെള്ളം ഉയരാനും അത് വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നു. ജലാശയങ്ങളിലെ മണലും മണ്ണും ചെളിയും നീക്കം ചെയ്താൽ ഇവയുടെ സംഭരണശേഷി വർദ്ധിക്കുകയും ധാരാളം വെള്ളം ശേഖരിക്കാനും സാധിക്കും. ഈ ജലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ സജീവമാകുകയും കുടിവെള്ള ക്ഷാമമില്ലാതാകുകയും ചെയ്യും. എന്നാൽ സർക്കാരുകൾ ഇതിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് ലാഭക്കൊതി മൂത്ത ചില രാഷ്ട്രീയ മുതലാളന്മാരുടെ ചതി പുറത്തു വരുന്നത്. എംസാൻഡ്, കുപ്പിയുള്ള കച്ചവടം, ഇത്തരത്തിലുള്ള ലോബിയെ സഹായിക്കാൻ വേണ്ടിയാണ് ജലാശയങ്ങളിൽ നിന്നും മണലും എക്കലും നീക്കുന്നത് ഈ സംഘം തടയുന്നത്. ഈ മാഫിയയുടെ പിന്നിൽ വൻ രാഷ്ട്രീയ ലോബിയും പ്രവർത്തിക്കുന്നതായുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ലാഭക്കൊതിയിൽ മനുഷ്യരുടെ കുടിവെള്ളം പോലും ഇല്ലാതാക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ മാഫിയ സംഘത്തിന് നീക്കത്തിന് തടയിടണമെങ്കിൽ നാം ഒരു മാറ്റത്തിന് തയ്യാറാകണം. 2018 കനത്ത പേമാരിയെ തുടർന്ന് അണക്കെട്ടുകൾ നിറയുകയും അതിന്റെ ഭാഗമായി വെള്ളം ഒരുമിച്ച് തുറന്നു വിടേണ്ട അവസ്ഥ സംജാതമാവുകയും ചെയ്തു. എന്നാൽ വെള്ളം നദികളിലൂടെ ഒഴുകി കടലിലേക്ക് പോകാനുണ്ടായ താമസവും എക്കൽ അടിഞ്ഞുകൂടിയ പുഴയ്ക്ക് അത്രയുമധികം ജലത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതുമാണ് 2018 ദുരന്തം. ആ ദുരന്തത്തിൽ അത്തരത്തിൽ സംഭവിക്കാനുള്ള പ്രധാന കാരണം അതുതന്നെയാണ്. അതിൽ നിന്നും നാം പാഠം പഠിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോഴും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന്റെ പ്രധാന കാരണം. കായലുകളിൽ നിന്നും മറ്റ് ജലാശയങ്ങളിൽ നിന്നും വേണ്ട രീതിയിൽ എക്കൽ നീക്കം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിനും ഇങ്ങനെ പോവുകയാണെങ്കിൽ വരും വർഷങ്ങളിലും ഇതിൽ വലിയൊരു മാറ്റം നാം പ്രതീക്ഷിക്കേണ്ടതില്ലേ? രാഷ്ട്രീയ ഖനന ലോബിയുടെ കറുത്ത കരങ്ങളെ നാം അറുത്ത് മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന ഇത്തരം നീക്കങ്ങളിൽ നമ്മൾ അസ്വസ്ഥരാകുന്നതിന് പകരം നമ്മൾ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 2015 കേരളത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ഒരു വർഷമായിരുന്നു. ഒരർത്ഥത്തിൽ പ്രകൃതിയുടെ തിരിച്ചടി ഏറ്റവും പ്രകടമായി തുടങ്ങി വെച്ച വർഷം. 2017 കൊടും വരൾച്ച,
പിന്നെ 2015 ഓഖി ദുരന്തം, 2012 നൂറ്റാണ്ടിലെ പ്രളയം, 2019 ലഘുമേഘ വിസ്ഫോടനം, ഇതെല്ലാം മൂലം കവളപ്പാറ, പൂത്തുമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും മിന്നൽ പ്രളയവും. തൊട്ടടുത്ത വർഷം 2020 പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടൽ, 2021 കുട്ടിക്കൽ, കൊക്കയാർ പ്രദേശങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ എന്നിങ്ങനെ ഓരോ വർഷങ്ങളിലും ഇടമുറിയാതെ പ്രകൃതി ദുരന്തങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇതിന് വലിയ കാരണങ്ങൾ കാലാവസ്ഥ വിദഗ്ധർ അക്കമിട്ട് നിരത്തുമ്പോഴും പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. മുമ്പൊക്കെ ഇത്തരം സംഭവങ്ങൾ വളരെ വിരളമായി മാത്രം സംഭവിക്കുമ്പോൾ മുൻകരുതലുകൾക്ക് ശ്രമം ഉണ്ടായിട്ടില്ല എങ്കിലും ഇതുപോലെ തുടർക്കയാകുന്ന അവസരത്തിൽ ക്രിയാത്മകമായ മുൻകരുതലുകൾക്ക് ആയിരങ്ങളുടെ ജീവന്റെ വിലയുണ്ട്. ഉണർന്നു പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ നേതാക്കളും ഇവർ നേതൃത്വം നൽകുന്ന ഭരണകൂടങ്ങളും ജനഹിതത്തിനും ക്ഷേമത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ തിന്മകളെ നാം ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി നമ്മൾ സംഘടിത ശക്തിയായി കൈകോർക്കണം. പ്രകൃതി ദുരന്തങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. പ്രതിരോധമാണ് ചികിത്സയേക്കാൾ പ്രധാനമെന്ന് പറയുന്ന പോലെ പ്രകൃതിയെ അതിനായി പ്രേരിപ്പിക്കാതെ അതിൻ്റെ സ്വച്ഛമായ യാത്രയ്ക്കൊപ്പം നാമും സഞ്ചരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ശാസ്ത്രീയമായ കാലാവസ്ഥ പ്രവചനങ്ങൾ എന്ന് ഏറെ പുരോഗതി കൈവരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു കാറ്റിൻ്റെ ചെറിയ ഗതിമാറ്റത്തിന് പോലും നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ലഭ്യമായ കാലാവസ്ഥാ പ്രവചനങ്ങൾക്ക് ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ശക്തിയേറിയ ഒറ്റപ്പെട്ട മഴകൾ മുൻകൂട്ടി കണ്ടെത്താനുള്ള സിസ്റ്റം ഇപ്പോഴുണ്ട്. ഏകദേശം 6 മണിക്കൂറിന് മുമ്പ് വരെ അത് സാധ്യമാകുന്നുണ്ട്. അതിലൂടെ ഒരു പരിധിവരെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിലും അവരുടെ ഒരു മനുഷ്യായുസ്സിലെ സമ്പാദ്യങ്ങൾക്ക് ആരാണ് നഷ്ടപരിഹാരം നൽകുക? ഈ വിഷയത്തിലെ എല്ലാ പരിഹാരങ്ങളും എത്തിച്ചേരുന്നത് ഒരൊറ്റ ബിന്ദുവിൽ തന്നെയാണ്. ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇനി നമുക്ക് ഈ ഭൂമിയിൽ ജീവിതം സാധ്യമാകൂ എന്ന സത്യം അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നാം ആദ്യം ശ്രമിക്കേണ്ടത്. ഇതിനൊരു മാറ്റം അനിവാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ ട്രയാങ്കിൾ എന്ന നവസാമൂഹിക സന്നദ്ധ സംഘടനയിൽ അംഗമാകൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ചുവടെ രേഖപ്പെടുത്തൂ. നമസ്കാരം.